ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് വെള്ളരിക്ക കൊണ്ടുള്ള കിച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അത് നല്ല ടേസ്റ്റോട് കൂടി എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് വെള്ളരിക്ക എടുത്തത്. ഒരു വലിയ വെള്ളരിക്കയുടെ പകുതി. ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 2.5 കപ്പ് അളവിലുണ്ടാകും. നമ്മൾ വെള്ളരിക്ക എപ്പോഴും കുറച്ച് കൂടുതൽ എടുത്താലേ കിച്ചടി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതേ രീതിയിൽ നൈസായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എത്ര നമ്മൾ ചെറുതാക്കുമോ അത്രയും നല്ലതാണ്. കുറച്ച് ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്, ചെറുതായിട്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആണ് വേവിച്ചെടുക്കേണ്ടത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. എന്നിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. ഒരു 5-6 മിനിറ്റ് സമയമെടുക്കും ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ. ഈ സമയം നമുക്ക് അതിൽ ചേർക്കുന്ന കൂട്ട് തയ്യാറാക്കാം. 1 കപ്പ് തിരുമിയ തേങ്ങയാണ് എടുത്തത്. തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നല്ല വെളുത്ത പോർഷൻ മാത്രമേ എടുക്കാവൂ. എന്നിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ആണ് പച്ചമുളകും കടുകും ഒക്കെ ചേർക്കേണ്ടത്. പച്ചമുളക് ഇവിടെ 4 എണ്ണമാണ് എടുത്തത്. നല്ല എരിവുള്ള മുളകായിരുന്നു ഇത്. എന്നിട്ടൊരു 3/4 ടീസ്പൂൺ കടുകും. ഇതൊന്ന് ചെറുതായി ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും. എപ്പോഴും പച്ചമുളക് നല്ല എരിവ് കൂടുതൽ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നുള്ളൂ. എരിവ് കുറഞ്ഞ പച്ചമുളകാണെങ്കിൽ ഒരു 5-6 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തു. ഇനി നമുക്കത് തുറന്ന് നോക്കാം. നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അത് വെന്ത് വരേണ്ടത്. ഇത് സോഫ്റ്റായി വന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ആ കൂട്ട് അതിലോട്ടിട്ടിട്ട് ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയം കുക്ക് ചെയ്യേണ്ടത്. എന്നിട്ടൊരു 2-3 മിനിറ്റ് കൂടെ ഇതുപോലെ ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കുറയുന്നത് വരെ ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ആ കൂട്ട് നമ്മൾ തണുക്കുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് അതിലോട്ട് മോര് ചേർക്കേണ്ടത്. ഒരു 1/2 കപ്പ് അളവിലാണ് മോരെടുത്തത്. ഇത് നല്ല ബീറ്റ് ചെയ്തെടുത്ത മോരായിരുന്നു. നല്ല ചെറിയ പുളിയുള്ള മോരാണ് എടുക്കേണ്ടത്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് മിക്സാക്കി ഇതുപോലെ എടുക്കണം. ഫ്രണ്ട്സ്, ഈ ഓണത്തിന് ഇതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ, തീർച്ചയായും ഇഷ്ടപ്പെടും. നമ്മൾ ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. കിച്ചടി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാത്തവർക്ക് കൂടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ അതെല്ലായിടത്തും മിക്സായി. ഇനി നമുക്ക് അതിലോട്ട് കടുവറുത്ത് ചേർക്കണം. പാത്രം നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 4-5 വറ്റൽമുളക് കൂടെ കട്ട് ചെയ്ത് ചേർക്കണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില. നമ്മൾ ഈ കിച്ചടിക്ക് ഇങ്ങനെ കടുവറുക്കുമ്പോൾ കുറച്ച് നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഇങ്ങനെ വറുത്തെടുക്കണം. എന്നാലേ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുള്ളൂ. ഇതേ രീതിയിൽ നമ്മളിത് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ആണ് അത് ഇളക്കേണ്ടത്. അത് നമ്മൾ ഉടനടി ഇളക്കിയാൽ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങില്ല. അതുകൊണ്ടാണ്. ഇനി നമുക്കത് അടച്ചു വയ്ക്കാം ഒരു 2-3 മിനിറ്റ്. ഇപ്പോൾ അത് 2-3 മിനിറ്റ് ആയി. നമുക്കത് തുറന്ന് നോക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് മിക്സാക്കി എടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇതിനു മുന്നേ കുക്കുംബർ സലാഡിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. ഇനി നമുക്കതൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.